ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയ സിനിമ വരാൻ, അതായത് മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ അടക്കമുള്ളവരുടെ സിനിമകൾ ഏതൊക്കെ എപ്പോൾ വരുമെന്ന് കാത്തിരിക്കുന്നവർക്കിടയിലേക്കാണ് റീമാസ്റ്റർ ചെയ്ത പഴയ സിനിമകൾ വീണ്ടും തിയേറ്ററിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മോഹൻലാലിൻ്റെ 3-4 സിനിമകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു, ശരിക്കില്ലേ? അത് നിങ്ങൾ കണ്ടും കഴിഞ്ഞു. ഇപ്പോൾ ദേവദൂതനാണ് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദേവദൂതൻ അന്ന് തിയേറ്ററിൽ കാണാൻ വളരെ കുറച്ച് പേര്, അതായത് നമ്മുടെ വിരലിൽ ഉണ്ടാവുന്ന രീതിയിൽ ആൾക്കാരേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടൊരു സിനിമയാണ് ഇപ്പോൾ ബമ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനൊരു സംവിധാനം, ഈ 4K സമ്പ്രദായത്തിലേക്ക് ഈ സിനിമ, പഴയ ഫിലിമിലുള്ള സിനിമ 4K സമ്പ്രദായത്തിൽ വന്നുകൊണ്ട് തമിഴ്നാട്ടുകാരാണ് അത് ആദ്യം പരീക്ഷിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ അതിനെ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു 4 പടത്തോളം വന്നു. ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വെച്ചാൽ തേന്മാവിനും കൊമ്പത്താണ് വരാൻ പോകുന്നിരിക്കുന്നത്. അടിപൊളി, കണ്ടില്ലേ നമ്മൾക്ക്? അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണാം, പാട്ടുകളെല്ലാം കാണാം. അത് പുതിയ രീതിയിൽ 4Kയിൽ വരുമ്പോൾ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അപ്പോൾ ഇതും കൂടി വന്നപ്പോൾ നമുക്ക് നല്ല പ്രശ്നം എന്താണെന്നറിയാം. പ്രശ്നം മോഹൻലാലിൻ്റെ ആരാധകർ ആർപ്പുവിളി എന്ന് വെച്ചാൽ എങ്ങനെ, നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ സ്ഥാനാർത്ഥികളുടെ വോട്ട് എണ്ണി ഭൂരിപക്ഷം കിട്ടി ജയിക്കുമെന്ന് ഉറപ്പാവുമുണ്ടാകുന്നൊരു ആർപ്പുവിളി ഉണ്ടല്ലോ എന്ന പോലെ, അതായത് എതിരാളികളില്ല, മോഹൻലാലിൻ്റെ ഈ പടത്തിന് എതിരാളികളില്ല എന്ന രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് മോഹൻലാലിൻ്റെ ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുക, എവിടെ പോയി മമ്മൂട്ടിയുടെ സിനിമ ഒരെണ്ണം പോലും ഈ 4K രീതിയിൽ വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് തുടങ്ങിയപ്പോൾ മമ്മൂട്ടിയുടെ ഫാൻസിന് മമ്മൂട്ടിയുടെ ചേരി നിൽക്കുന്നത് ആകെ വിഷമമായി. അവർക്ക് മറുപടി പറയാനില്ല. കാരണം അവരെന്താ മറുപടി പറയുക? വേണമെങ്കിൽ പറയാൻ മമ്മൂക്കയുടെ സിനിമ വരും എന്ന് പറയാനേ പറ്റുള്ളൂ. എപ്പോൾ വരും, ഏത് സിനിമ വരും, അതിന് മമ്മൂട്ടി സമ്മതിച്ചിട്ടുണ്ടോ, മമ്മൂട്ടി നിർമ്മാതാക്കൾ സമ്മതിച്ചിട്ടുണ്ടോ, മമ്മൂട്ടിയുടെ ഈ സിനിമകളുടെ ഫിലിമുകളുണ്ടോ എന്നൊന്നും പറയാൻ പറ്റാതെ തല കുനിച്ച് നടക്കുകയാണ് പലരും. തല കുനിച്ച് നടക്കാൻ നമ്മൾ തലയിൽ മുണ്ടിട്ട് നടക്കാന്നുള്ള പ്രയോഗമുണ്ടല്ലോ എന്ന പോലെ ചില ആകെ വെകിളി വിളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം മമ്മൂട്ടിയോട് പറയണമെന്നുണ്ട്. മമ്മൂട്ടി ഫാൻസിൻ്റെ ആൾക്കാർ കുറേ ഉണ്ടെങ്കിലും മമ്മൂട്ടിയോട് നേരിട്ട് ചെന്ന് മമ്മൂക്ക ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുള്ളൊരുത്തനുമില്ല. അപ്പോൾ ആർക്കാണ് ധൈര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്നുകിലും മമ്മൂട്ടിയുടെ എല്ലാമായ ജോർജിനെ വിളിച്ച് പറയണം. ജോർജാണല്ലോ മമ്മൂട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ഒരാൾ. അപ്പോൾ ജോർജ് മാത്രമല്ല, ഇതിൻ്റെ ഫാൻസിൻ്റെ കൺട്രോൾമാരിൽ ഒരാൾ ജോർജാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഇവരെല്ലാവരും ആലോചിച്ച് ജോർജിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് മമ്മൂക്കയുടെ സിനിമ 4Kയിൽ സിനിമ ഇറക്കിയിട്ടില്ലെങ്കിൽ നാണക്കേടാണ്. അത് എന്ത് കാരണവശാലും, കാരണം പിന്നെ ഇപ്പോൾ പ്രിയൻ ഇവരുടെ കൂടി മോഹൻലാലിൻ്റെ പുതിയ സിനിമ കൂടി ഇറങ്ങിത്തിരിക്കുമ്പോൾ 4-5 സിനിമയായി. അങ്ങനെ 4-5 സിനിമ തിയേറ്ററിൽ വന്നു, അവർ കോടികൾ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി സിനിമകൾ ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളൊരു മെമ്മോറണ്ടെന്നോ നിവേദനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജോർജിനോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണത്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഷ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കുറേ പടത്തിൻ്റെ പേര് വന്നു, ഈ പടങ്ങളെല്ലാം 4Kയിലാക്കി തിയേറ്ററിൽ കളിക്കണം. അത് മമ്മൂട്ടി ഫാൻസ് ആയ ഞങ്ങൾക്ക് അഭിമാനമാണ്. മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞങ്ങൾ തന്ന ലിസ്റ്റിൽ മമ്മൂക്കൊക്കെ എപ്പോഴും കുടുംബ പ്രേക്ഷകരുണ്ടായിരുന്നു ആലോചിക്കണം. എല്ലാ ആക്ഷൻ സിനിമ പോലെ തന്നെ കുടുംബ പ്രേക്ഷകരുണ്ടായിരുന്നു ആലോചിക്കണം തന്നെ. അപ്പോൾ അവർ പറഞ്ഞ ഒരു ലിസ്റ്റ് ഇപ്പോൾ ജോർജിൻ്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജോർജ് ആദ്യം കാണുന്ന പേര് ന്യൂഡൽഹിയാണ്. ദോഷം പറയല്ലോ. ന്യൂഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ടീം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, ജോഷി, ഡെന്നീസ് ജോസഫ് അടക്കമുള്ളവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു ആലോചിക്കണം. ആ സിനിമ കൂടി പരാജയപ്പെട്ട ഇവരാരുമല്ല എന്നൊരവസ്ഥയിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ന്യൂഡൽഹി. മാത്രം ന്യൂഡൽഹിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്ത്രീകളൊക്കെ രക്തം കണ്ടാൽ ആ സിനിമ കാണാൻ പോകില്ല എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു ആലോചിക്കണം. അങ്ങനെയുള്ള സ്ത്രീകളെ അടക്കമാണ് ന്യൂഡൽഹി കണ്ടവരൊക്കെ അറിയാലോ. അതിലെ വെട്ടും കൊലയും പ്രതികാരവും രാഷ്ട്രീയക്കാരുടെ പ്രതികാരം അടക്കമുള്ള ഒരു GK എന്നുള്ള കഥാപാത്രമായിക്കൊണ്ട് മമ്മൂട്ടി ആദ്യ അവസാനം ഷൈൻ ചെയ്യല്ലേ. മറ്റുള്ളവർ മോശക്കാരല്ല. അപ്പോൾ കൊലപാതകം ഒക്കെ ഉള്ള സിനിമയാണെന്ന് ആലോചിക്കുന്നത്. വിഷ്വൽസ് ധാരാളമുള്ള സിനിമയാണ്. ആ സിനിമയാണ് ഇവർ ഒന്നാമത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോർജ് വായിച്ചൊരു സംഭവം കൊള്ളാം, ഇതെന്തായാലും നമുക്ക് നിഷേധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാമത്തെ പടം നോക്കിയപ്പോൾ അവർ വെച്ചാൽ
പിന്നെ CBI പരമ്പര, ഒരു CBI ഡയറി കുറിപ്പ്, അതിനെ വെല്ലാൻ ആരുണ്ട്? അതിന് ഇത്രയും അറിയെങ്കിലും ആ ഒരു പോലീസ് ഓഫീസറുടെ വേഷമില്ലാതെ കൈ പറയെ പിന്നിക്കെട്ടി ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള നടത്തവും കുറ്റാന്വേഷണത്തിലുള്ള പ്രതികളെ തിരിച്ചറിയെല്ലാം അത് എതിരാളികളില്ലാത്തൊരു കഥാപാത്രമാണ്. ആ സിനിമയും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടെന്ന് പറയുകയാണത്. പിന്നെയോ, പിന്നെ ജോർജ് നോക്കിയപ്പോൾ പിന്നെ വെറൈറ്റി ഒരു വടക്കൻ വീരഗാഥ എന്ന് ആലോചിക്കണം. അതുവരെ ഉണ്ടായിരുന്ന ചില വടക്കൻ പാട്ടുകളുടെ രീതിയുണ്ട്. വടക്കൻ പാട്ടുകളിൽ നമുക്ക് അറിഞ്ഞ ആൾക്കാരെന്താ? ചന്തു എന്നുള്ളൊരു കഥാപാത്രം ചതിയൻ ചന്തു എന്നാണ് ധരിച്ചിരുന്നത്. അതിനെ MT വാസുദേവൻ മാറ്റി ചന്തു ചതിയനല്ല എന്ന് സമർത്ഥിക്കുന്ന രീതിയിൽ മമ്മൂട്ടി നായകവേഷത്തിൽ അഭിനയിച്ചുകൊണ്ട്, അതായത് നമുക്ക് എന്താ പറയുക, മമ്മൂട്ടിയുടെ മാനറിസങ്ങൾ അതിൽ നോക്കണം. നിങ്ങൾ ആ ചന്തുവിന് ആ വടക്കൻ വീരത കണ്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കാണണം. അതിൽ ശരിക്ക് ജീവിക്കല്ലേ അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പം അത് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ 4K വരേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ജോർജ് കുട്ടി അത് മൂന്നും കൊള്ളാം. അപ്പോൾ ഈ നാലാമത്തെ എങ്ങനെ വെച്ചാൽ നമ്മൾ കടൽ കാണുന്നൊരു സുഖം. ഈ കടൽ കാണുന്ന സുഖം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ചെമ്മീൻ എന്നുള്ള സിനിമയും കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അമരം, മമ്മൂക്ക അതിൽ കസറ് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും വേണ്ട, അതിലെ കടലിൻ്റെ മാത്രമല്ല, മകൾക്ക് വേണ്ടി മകള് തന്നെ അകന്നു പോയപ്പോൾ വികാരങ്ങൾ നിയന്ത്രിക്കുക, ആ മണൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ആ മണൽ നെഞ്ചോട് വാരി പിടിച്ചുകൊണ്ടുള്ള ദുഃഖമുണ്ടല്ലോ, ആ ഒറ്റ സീൻ മാത്രം പോരെ. അപ്പോൾ അമരവും ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള വെച്ചാൽ രാഘവൻ അല്ലേ, വാത്സല്യം എന്നുള്ള സിനിമ, കുടുംബങ്ങളുടെ അത്താണി കൊച്ചി ഹനീഫ ചെയ്തൊരു സിനിമയാണെന്ന് ആലോചിക്കണത്. ഹനീഫ അഭിനയിക്കുക മാത്രമല്ല, അതിമനോഹരമായൊരു സിനിമ മലയാളത്തിൽ നൽകിയ ഒരു നടൻ കൂടിയാണ് കൊച്ചി ഹനീഫ. അതിലെ രാഘവൻ, മമ്മൂട്ടിയുടെ രാഘവൻ അപാരമായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചൊരു സിനിമയാണ്. ഇനി ആറാമത്തെയോ, അതാണ് രസം, ദ കിങ്. കണ്ടില്ലേ? നമ്മൾ ആ സിനിമ കണ്ടല്ലോ, കളക്ടറായിട്ട് അങ്ങനെ അഭിനയിച്ചിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ആരാണത്? രൺജി പണിക്കർ എഴുതി ഷാജി സംവിധാനം ചെയ്ത സിനിമയാണത്. അത് കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെയും കളക്ടർമാരുണ്ടാവുമോ? ഈ കളക്ടർമാർക്ക് ഇത്രയും പവർ ഉണ്ടാവുക? യുവത്വത്തിൻ്റെ കരുത്തുമായിട്ടാണ് അതിലത്തെ മമ്മൂട്ടിയുടെ കഥാപാത്രം വന്നിരിക്കുന്നത് ആലോചിക്കണം. എന്താണ്? തേവള്ളിപ്പറമ്പിൽ ജോസഫ് അല്ലേ? തേവള്ളിപ്പറമ്പിൽ ജോസഫിൻ്റെ അതിൽ മമ്മൂട്ടിയുടെ സ്പെഷ്യൽ മാനേഴ്സ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ആ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ മമ്മൂട്ടി കാണിക്കുന്നതാണ്. അവിടെ തേവള്ളിപ്പറമ്പിൽ ജോസഫ്. അങ്ങനെ ഈ 6 സിനിമ ആദ്യം, അതായത് ഈ വർഷത്തിലെങ്കിലും ഈ 6 സിനിമയിൽ 4K കാണിക്കണമെന്ന് ഞങ്ങളുടെ വലിയ മെമ്മോറാണ്ടം നിവേദനമായിട്ട് മമ്മൂക്കയെ അറിയിക്കണമെന്നാണ് ഇവർ ജോർജിനോട് പറഞ്ഞത്. അപ്പം ജോർജ് എപ്പോഴും ചില വളരെ ശബ്ദം താഴ്ത്തി, ജോർജിനൊരിക്കലും ദേഷ്യം വന്ന് കണ്ടിട്ടില്ല. മുമ്പ് അങ്ങനെയാണ്, പാവം എം ഒ ദേവസിയുടെ മകൻ എന്ന് ചോദിച്ചാൽ പാവം മേക്കപ്പാനായിട്ട് വന്നു. അപ്പോൾ ജോർജ് ഇങ്ങനെ തലകുലുക്കി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, വിഷമിക്കരുത്, ഇതൊക്കെ നല്ല സിനിമകളാണ്, ഇതിൻ്റെ ഫിലിം ഉണ്ടായിരിക്കണം തിയേറ്ററിൽ. നിർമ്മാതാക്കളുടെ കയ്യിൽ ഇതിൻ്റെ ഫിലിം ഉണ്ടെങ്കിലേ നമുക്കത് 4K മാറ്റാൻ പറ്റുള്ളൂ. അത് ഉണ്ടോ എന്ന് ഞാൻ ആദ്യം മമ്മൂക്കോട് ചോദിക്കട്ടെ, മമ്മൂക്കോട് അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തിയിട്ട് ഇതിൽ കിട്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഞാൻ ഉറപ്പിക്കും. കാരണം ഈ സിനിമകളും 4K തിയേറ്ററിൽ വന്നാൽ സൂപ്പർ ഹിറ്റ് മാത്രമല്ല, കാശും വരും. അപ്പം അങ്ങനെ മമ്മൂട്ടിയുടെ ഫാൻസിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏത് സിനിമയായിരിക്കും ആദ്യം വരിക പറയാൻ പറ്റില്ല. അത് ഫിലിമുള്ള സിനിമയായിരിക്കണം. അത് ഏതാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഓർക്ക്, ഈ വർഷത്തിന് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടിയുടെ പഴയ സിനിമകൾ 4K കാണാൻ കഴിയും എന്നുള്ള യാതൊരു സംശയവുമില്ല.